എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റോബ് ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എപ്പോഴെങ്കിലും ഒരു സ്കോഡ വാഹനം സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പലരുടെയൊക്കെ ആഗ്രഹമാണ്, പക്ഷേ പല കൺസ്ട്രെയിൻറ്റുകൾ കൊണ്ട് ആൾക്കാർ മടിക്കുന്നുണ്ട്. അത് വേറെ ഒന്നല്ല, എല്ലാവരും ചിന്തയെന്ന് പറയുന്നത് സ്കോഡ എന്ന് പറയുന്ന കുറച്ചുകൂടെ റിച്ചർ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ചുകൂടെ എലൈറ്റ് ക്ലാസിൻ്റെ വാഹനമാണ്, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ സ്കോഡ മാത്രം നോക്കി വാങ്ങിക്കുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡ്രൈവബിലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഒരു കംഫോർട്ട് വേറെ ലെവലാണെന്നുള്ളതാണ്. കാരണം സ്കോഡ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വീണ്ടും സ്കോഡയുടെ തന്നെ ആ ഒരു ബ്രാൻഡിൽ തന്നെ വാഹനങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ സ്കോഡയുടെ കുഷാക്കിൻ്റെ ഫേസ് ലിഫ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ സാധാരണക്കാർക്ക് ഈ വാഹനം അഫോർഡബിൾ ആണോ എന്നാണ് നമ്മൾ സംസാരിച്ച് വരുന്നത്. നമ്മൾ പൊതുവേ ഒരു കാർ എടുക്കുന്ന സമയത്തേക്ക് ഒരു മിഡ് വേരിയൻ്റ് എങ്കിലും നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടാകുന്നത് മിഡ് വേരിയൻറ്റിലേക്കായിരിക്കും എന്നുള്ളതാണ്. അപ്പം അല്ലെങ്കിൽ ടോപ്പ് എൻഡ് വേരിയൻസിലേക്ക് വരുമ്പോഴാണ് ഫുൾ ഫീച്ചേഴ്സ് വരുന്നത്. അപ്പം ബേസ് വേരിയൻ്റൊക്കെ ഈ വാഹനം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഒരു സ്കോഡ വാഹനം എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ആക്കം കൂട്ടുന്ന പദ്ധതിയായിട്ടാണ് സ്കോഡ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ജയ്പൂരാണ്. ഇതിൻ്റെ ഒരു നാഷണൽ ഡ്രൈവിലേക്ക് വന്നതാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്കോഡയുടെ ഏറ്റവും പുതിയ കുഷാക്കിൻ്റെ മോണ്ടെ കാർലോ എഡിഷനാണ്. ഇതിനോടൊപ്പം തന്നെ ബേസ് വേരിയൻ്റ് പോലെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു പോകാം. അപ്പം നമ്മുടെ ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള മോണ്ടെ കാർലോ എഡിഷനാണ്. മോണ്ടെ കാർലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ എഡിഷനാണ്. ശരിക്കും പറഞ്ഞാൽ സ്കോഡയുടെ ഒരു സാധാരണ എപ്പോഴും ഒരു നോർമൽ സെറ്റ് ഓഫ് വാഹനങ്ങൾ ഇറക്കി കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു സ്പെഷ്യൽ എഡിഷനായിട്ടാണ് വാഹനങ്ങൾ ഇറക്കി നമ്മൾ കാണുന്നത്. പക്ഷേ ഇപ്പം ഈ ഒരു ലോഞ്ചിന് കൂടെ തന്നെ മോണ്ടെ കാർലോ എഡിഷനുണ്ട്. റേസ് എഡിഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. കാരണം കോസ്മെറ്റിക്കലി ഉള്ള ചേഞ്ചസ് ആണ് പൊതുവായിട്ടുള്ളത്. എഞ്ചിൻ്റെ സ്പെക്കുകളൊക്കെ ഏറ്റവും ടോപ്പ് എൻഡ് ട്രിമ്മുമായിട്ട് തന്നെ ഷെയർ ചെയ്യുകയൊക്കെ ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണ് പുതുതായിട്ട് സ്കോഡ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഏകദേശം ഒരു 10ഓളം ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡായിട്ട് കൊണ്ടുവന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഒരു ബേസ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് മിക്ക വാഹനങ്ങൾക്കും അലോയ് വീൽസ് ഉണ്ടാകത്തില്ല. പക്ഷേ സ്കോഡയെ സംബന്ധിച്ച് ഈ ഒരു വാഹനങ്ങളിലേക്ക് വരുമ്പോൾ ബേസ് വേരിയൻ്റ് മുതൽ അലോയ് വീൽസ് അവൈലബിൾ ആണ്, ഓട്ടോ ഹെഡ് ലാംപ്സ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ റിയർ ആയിട്ടുള്ള വൈപ്പേഴ്സ് അവൈലബിൾ ആണ്, റെയിൻ സെൻസിങ് ആയിട്ടുള്ള വൈപ്പേഴ്സും ഉണ്ട്, റിയർ ആയിട്ടുള്ള വൈപ്പേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹെഡ് ലാംപ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾ എൽ ഇ ഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒരു നല്ല അട്രാക്റ്റീവാണ്. ഇത് കൂടാതെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ അതിനോട് അടുത്തോട്ട് വരുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കാം. മോണ്ടെ കാർലോ എങ്ങനെയാണ് അണിയിച്ചിരിക്കുന്നത് നോക്കാം. നിങ്ങൾ ആ ഫ്രെയിമിൽ കാണുമ്പോൾ തന്നെ മോണ്ടെ കാർലോ ആണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ റിബ് ലൈക്ക് ആയിട്ട് വരുന്ന ഈ ഒരു ഫ്രണ്ടിലെ ഗ്രില്ലിനകത്ത് റെഡ് കളറുള്ള 2 ആക്സൻസ് വരുന്ന ഒരു ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് കണ്ടാൽ തന്നെ മോണ്ടെ കാർലോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ഈ വാഹനത്തിൻ്റെ ഒരു മോണ്ടെ കാർലോയുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. സ്കോഡയുടെ ആ ഒരു ബാഡ്ജിങ് അല്ലെങ്കിൽ ആ ഒരു മൊണോഗ്രാം നമുക്ക് അവിടെ കാണാൻ നമുക്ക് സാധിക്കും. ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് 5 വേരിയൻറ്റുകളിലാണ് നമുക്ക് സ്കോഡയുടെ കുഷാക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. പ്രസ്റ്റീജ് പ്ലസ് മുതൽ മോണ്ടെ കാർലോ എഡിഷൻ വരെ ഇതെല്ലാം 5 വേരിയൻസ് ആണ്. ഇപ്പോൾ നമ്മുടെ ഉള്ള സ്റ്റീൽ ഗ്രേ എന്ന് പറഞ്ഞ കളറാണ്. 8ഓളം കളേഴ്സിൽ നമുക്ക് ഈ വാഹനം അവൈലബിൾ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്. നമ്മൾ സാധാരണ അങ്ങനെ കാണുന്നൊരു കളറല്ല, ഒരു വെറൈറ്റിക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ്. പക്ഷേ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓരോ പരസ്യങ്ങളിലൊക്കെ കാണുന്നത് ഷിംല ഗ്രീൻ എന്ന് പറഞ്ഞൊരു കിടിലൻ കളറുണ്ട്. ആ കളേഴ്സ് അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് കൂടുതലായിട്ട് ഈ ക്രോമിൻ്റെ എലമെൻസിനെ മാറ്റി ഡീക്രോം ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു മോണ്ടെ കാർലോ എഡിഷൻ വരുന്നത്. ബാക്കിയുള്ള എല്ലാ വേരിയൻസിനകത്തും കൂടുതലായിട്ട് നമ്മൾ ഫ്രണ്ട് ഫേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോമിൻ്റെ എലമെൻസ് ആയിരിക്കും കൂടുതൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗ്രില്ലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡീക്രോം ചെയ്തിരിക്കുന്ന ഒരു ഗ്രില്ല് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് ഫിനിഷിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിട്ട് വരുന്ന ഒരു DRLs ആണ്. അതായത് ആക്ച്വലി അത് കണക്റ്റഡ് ആണ് എങ്കിൽ പോലും പക്ഷേ ഇടയ്ക്ക് ആ റിബ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കത് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്കിങ്ങനെ സ്റ്റഡഡ് ആയിട്ട് വരുന്ന ലൈറ്റ്സ് ആയിട്ടാണ് അതിൻ്റെ ഫ്രണ്ട് വശത്ത് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഹെഡ് ലാംപ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ പ്രൊജക്ടറായിട്ട് വരുന്ന LED HID ആണ് വരുന്നത്. സെക്കൻഷ്യൽ ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ തൊട്ടതായിട്ട് വരുന്ന ഫോഗ് ലാംപ്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ല. അതായത് ബേസ് വേരിയൻസിൽ ഇത് അവൈലബിൾ അല്ല. ടോപ്പ് ആൻഡ് ട്രിംസിലേക്ക് വരുന്ന സമയത്തേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു വശത്തേക്ക് വരികയാണെങ്കിൽ പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ എയർഡാം ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. ഡിഫ്യൂസർ പ്ലേറ്റ് അതും പിയാനോ ബ്ലാക്കിൽ ഡീക്രോം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പക്ക സ്റ്റൈലിഷ് ആയിട്ടുള്ള ആ ഒരു മോണ്ടെ കാർലോ റേസിംഗ് എഡിഷൻ്റെ ഒരു ഫീലാണ് ഈ വാഹനത്തിന് പൊതുവായിട്ട് നമ്മൾ ലഭിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സൈഡിലേക്കൊന്ന് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്തേക്ക് ഇതിൻ്റെ ഡയമെൻഷൻസിലൊന്നും വ്യത്യാസമൊന്നുമില്ല. 4.2 മീറ്റേഴ്സാണ് വാഹനത്തിന് ലെങ്ത് വരുന്നത്. അതുപോലെ തന്നെ 155 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. 155 എന്ന് പറയുന്ന സാധാരണ നമ്മൾ ഒരു
ഇങ്ങനത്തെ വാഹനത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ സ്കോഡ എന്ന് പറയുമ്പോൾ കൂടുതൽ പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വാഹനം, അല്ലെങ്കിൽ ഡ്രൈവബിലിറ്റിക്ക് കൊടുക്കുന്നതാണ്, ഹൈ സ്പീഡുകളിൽ ഓടിക്കാൻ പറ്റുന്ന വാഹനമാണ്. അപ്പം കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്നതായിരിക്കും എപ്പോഴും ആ വാഹനത്തിൻ്റെ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്റ്റെബിലിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ടയേഴ്സിലേക്ക് വരാം. അതിനകത്ത് ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വേരിയൻസിലും, അതായത് എല്ലാ ട്രിംസിലും നമുക്ക് അലോയ് വീൽസ് കിട്ടുന്നുള്ളതാണ്. അല്ലാതെ സാധാരണ ഒരു ബേസിൻ്റെ വേരിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീൽ കപ്പുകളാണ് കിട്ടുന്നത്. പക്ഷേ അങ്ങനെയല്ല, സാധാരണക്കാരനും അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക കുറഞ്ഞ പൈസ ഉള്ളവനും വാങ്ങിക്കുന്നവനും എല്ലാ ഫീച്ചേഴ്സും സ്കോഡ കൊടുക്കുന്നുണ്ടെന്നാണ്. ടയേഴ്സിലേക്ക് വരുമ്പം 17 ഇഞ്ച് സൈസസ് ആണ് വരുന്നത്. അലോയ്സ് എന്ന് പറയുമ്പോൾ പല വേരിയൻസിലും പല ഡിസൈൻസ് ആണെന്നേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഈ ടോപ്പ് ആൻഡ് ട്രിംസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കാലിപ്പർ എടുത്തു കഴിഞ്ഞാൽ, അതായത് മൊണ്ടക്കറിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു റെഡ് കളറുള്ള ഒരു കാലിപ്പർ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ മൊണ്ടക്കറിലോ എഡിഷൻ അല്ലെങ്കിൽ 1.5 ലിറ്ററിൻ്റെ എഞ്ചിൻ വരുന്നത്, ഈ മൊണ്ടക്കറിലോ എൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ്, 1 ലിറ്റർ 1.5. ഈ 1.5 ഇറങ്ങുന്ന വാഹനങ്ങൾ അതിനകത്തെല്ലാം 4 വീലുകളും ഡിസ്ക് ബ്രേക്കുകളായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. സസ്പെൻഷനൊക്കെ നമുക്കറിയാം, അത്യാവശ്യം മോശമില്ലാത്ത നല്ല സസ്പെൻഷനാണ് ഈ വാഹനങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മൊണ്ടക്കറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ബാഡ്ജിങ് ഉണ്ട്. മൊണ്ടക്കറില എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ആണ്. മറ്റ് വാഹനങ്ങളൊക്കെ സ്കോഡ കുഷാക്ക് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഒക്കെയാണ് ആ ഒരു വശത്തേക്ക് വരുന്ന സമയത്തേക്ക്. ഇവിടെ നമുക്ക് ആ ഒരു ചെക്കഡ് ഫ്ലാഗ് വരുന്ന ഒരു മൊണ്ടക്കറിലൂടെ എന്താ പറയുക ഒരു പ്ലേറ്റ് നമുക്ക് അവിടെ കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ORBMലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് സിക്വൻഷ്യൽ ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റഡ് ഉണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു വാഹനത്തിന് 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടില്ല. ശരിക്കും അത് കൊടുക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നി, കാരണം വെച്ചാൽ ടോപ്പ് ആൻഡ് ട്രിമ്മിൽ പോലും അത് കൊടുത്തില്ല. അതുപോലെ തന്നെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് അത് വന്നിട്ടില്ല. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ, അതായത് നമ്മൾ സ്കോഡ എന്ന് പറയുന്നത് ഭയങ്കര വിലയുള്ള വണ്ടിയാണ്, അല്ലെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് പറ്റില്ല, അങ്ങനെയുള്ള രീതികൾ മാറ്റി എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട്, കാരണം അത്രയും ശക്തമായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് വാഹനം കൊണ്ടുവരുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ കുറച്ച് ലഭ്യത കുറവായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോട്ട് ട്രിംസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു സ്റ്റീൽ ഫിനിഷിലുള്ള ഡോസും കാര്യങ്ങളൊക്കെയാണ്. വിൻഡോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ടിൻഡഡ് ആയിട്ട് വരുന്ന വിൻഡോസാണ്. അകത്തേക്ക് ചൂട് കൂടുതൽ, ഹീറ്റിൻ്റെ ഇൻസുലേഷൻ പൊതുവെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാണാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ റൂഫിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു റൂഫ് റെയിലാണ്, നല്ല ബലവത്തായിട്ടുള്ള റൂഫ് റെയിലാണ്. സാധാരണ ഇത്രയും പ്രീമിയം വണ്ടികളിൽ നമ്മൾ ലോഡുകളൊന്നും കയറ്റാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്തേക്ക് ഒരു അഡീഷണലി ഒരു എന്താ പറയുക ബോട്ട് പോലിരിക്കുന്ന ഒരു കേസ് ഉണ്ടല്ലോ, ആ സംഭവമൊക്കെ നമുക്ക് വെക്കാനായിട്ടൊക്കെ ഉള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ സൈക്കിളൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ നമുക്ക് വെക്കാൻ പറ്റത്തുള്ള ബലമുള്ള, എനിക്ക് തോന്നുന്നൊരു നിയർലി ഒരു 50 to 60 കിലോസ് ഒക്കെ താങ്ങുന്ന തരത്തിലുള്ള രീതിയിലുള്ള ഒരു റൂഫ് റെയിലാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സെറ്റ് ടയേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റെഡ് കാലിപ്പേഴ്സ് കാണാം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 50 ലിറ്റേഴ്സിൻ്റെ നമുക്ക് ഇത് പെട്രോളാണ് ഫ്യൂൽ വരുന്നത്, ടാങ്ക് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം സൈഡിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ നീറ്റായിട്ടുള്ള സ്കോഡ എന്ന് പറയുമ്പോൾ ആ ഡിസൈനിങ് എപ്പോഴും ആ ഒരു കട്ടും ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവർ വരുന്നത്. ഇനി നമുക്ക് ബാക്ക് എൻഡിലേക്ക് വരാം. ബാക്ക് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും മുകളിലേക്ക് ഷാർഫിനാനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ഹൈമൗണ്ട് ഒരു സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. അതുപോലെ ഇൻറ്റഗ്രേറ്റഡ് ആയിരുന്നൊരു സ്പോയിലറുണ്ട്. ഡീഫോഗറുള്ള ഗ്ലാസ്, അതുപോലെ വൈപ്പേഴ്സ്, ഇത് രണ്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ഏറ്റവും പാവപ്പെട്ടവനും അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാരനും വാങ്ങിക്കുമ്പോഴും അവരുടെ വാഹനങ്ങളിലും ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ലൈറ്റ്സിൻ്റെ, അതായത് ടെയിൽ ലാമ്പിൻ്റെ ക്ലസ്റ്റർ കണ്ടോ, ഫുള്ളി കണക്റ്റഡ് ആയിട്ട് വരുന്ന ടെയിൽ ലാമ്പിൻ്റെ ക്ലസ്റ്ററാണ്. ഇലിമിനേറ്റഡ് ആയിട്ടുള്ള സ്കോഡ എന്ന് പറഞ്ഞൊരു ലൈറ്റ്സ് ആണ് അവിടെ. സ്കോഡ ലൈറ്റിലാണ് തെളിഞ്ഞ് വരുന്നത്. അത്രയും ഭംഗിയായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലേക്ക് വരാൻ മോണ്ടെ കാർലോ TSI 1.5 TSI എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്, ഇതൊരു 1.5 ലിറ്ററിൻ്റെ എഞ്ചിനാണ് അല്ലെങ്കിൽ വാഹനമാണ് എന്ന് സൂചിപ്പിക്കുന്നുള്ള സംവിധാനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ കുഷാക്ക് എന്നുള്ളൊരു ബാഡ്ജിങ്, അത് നമുക്ക് ക്രോമിലല്ല ഡീക്രോം ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഏറ്റവും ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബമ്പർ ഏരിയ, ഇച്ചിരി വീതിയുള്ള ബമ്പറും അതുപോലെ ഡിഫ്യൂസർ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. നമുക്കിനി ബൂട്ട് സ്പേസിലേക്ക് വരാം. ബൂട്ട് സ്പേസിലേക്ക് വരുന്ന സമയത്ത് 491 ലിറ്ററാണ്. അത്യാവശ്യം വലിയ ബൂട്ട് സ്പേസ് ആണ്. നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്, ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സ്പെയർ ടയേഴ്സ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് സബ് വൂഫേഴ്സും കാണാം. മൊത്തം നമുക്ക് 6 സ്പീക്കേഴ്സ് പ്ലസ് സബ് വൂഫറായിട്ടാണ് വാഹനത്തിനകത്തേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ പുറകിൽ നിന്നുള്ള പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഒരു ഭയങ്കര സ്റ്റാൻഡേർഡ് എലഗൻറ്റ്, ഈ പറയുന്ന എലൈറ്റ് ക്ലാസ് ആണ് നമ്മളെ കൊണ്ട് ഫീൽ ചെയ്തിരിക്കുന്നുള്ള ഒരു എക്സിയർ ഡിസൈനാണ് മൊത്തത്തിൽ ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റേർണലിലേക്ക് അകത്തേക്ക് പോകുന്ന സമയത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. മോണ്ടെ കാർലോ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒരു പൊലിമ വാഹനത്തിനകത്തേക്ക് ഉണ്ടെന്ന് പറയാം. കുറേ റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെമ്പ് കോപ്പർ കളർ എന്നൊക്കെ നമ്മൾ പറയില്ല, കോപ്പർ അക്സെൻസിലാണ് കൂടുതലായിട്ട് വരുന്നത്. ലൈക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ക്ലാഡിങ്ങുകളും റെഡ് കളേഴ്സിലേക്ക് കൊടുത്തിരിക്കുകയാണ്. നമ്മളിനി സീറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റും അതുപോലെ കോ ഡ്രൈവർ സീറ്റും വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സീറ്റുകളും പെർഫോറേറ്റഡ് ആണ്. പെർഫോറേറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് 2 സീറ്റുകളും ഫ്രണ്ടിലെ 2 സീറ്റുകളും വെന്റിലേറ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സീറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലെതറായിട്ടാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഹെഡ് റെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഇവിടെ ഒരു മൊണ്ടെ കാർലോ എന്നുള്ള ഒരു റൈറ്റിംഗ് നമുക്കവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം സീറ്റുകൾ എന്താണെങ്കിലും കൊള്ളാം, കാരണം നല്ല ഡ്രൈവബിലിറ്റി ഉള്ള വാഹനത്തിന് മികച്ചൊരു സീറ്റ് വേണമെന്നുള്ളതാണ്. ഡോർ പാനൽസിലേക്ക് വരാം. ഈ ഒരു ഇവിടെ വരുവാണെങ്കിൽ ഒരു പ്രത്യേക ഡീക്കൽ കൊടുത്തിട്ടുണ്ട്. ഈ കളേഴ്സൊക്കെ ഉണ്ടോ, കുറച്ചുകൂടെ ഒരു ചെമ്പ് കളർ അല്ലെങ്കിൽ ഒരു കോപ്പർ കളറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഡോർ ഹാൻഡിൽസ് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഷേപ്പ് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ അടിപൊളിയാണ്, ഒരു പ്രീമിയം അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഡോർ ഹാൻഡിൽസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വശത്തേക്ക് ഡോർ ഹാൻഡിൽ നമുക്ക് കാണാം. അതുപോലെ ഇവിടെ സ്വിച്ചസും കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പോക്കറ്റ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇരുവശത്തേക്ക് വരുമ്പോൾ സ്പീക്കറിൻ്റെ സെറ്റുകളും കാര്യങ്ങളും കാണാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച എന്ന് പറയുന്നത്. നമുക്കിനി എൻ്റെ സ്റ്റിയറിംഗ് മറ്റുള്ള അനുബന്ധ കാര്യങ്ങളൊക്കെ ഞാൻ അകത്തേക്ക് കയറുന്ന സമയത്ത് കാണിച്ചു തരാം. സ്റ്റിയറിംഗിലേക്ക് വരുമ്പം 2 സ്പോക്കുള്ള സ്റ്റിയറിംഗ് ആണ് വരുന്നത് കേട്ടോ. അത് സ്കോഡയുടെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അതുപോലെ നമുക്ക് ലെതർ റാപ്ഡ് ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ് കൊടുത്തിരിക്കുന്നത്. സാധാരണ സ്റ്റിയറിംഗിൽ വരുന്ന കൺട്രോൾസ് ആണ്, പക്ഷേ കുറച്ചുകൂടെ ഭംഗിയുണ്ട്, ജുവൽഡ് ആയിട്ടാണ് വരുന്നത്. ഹാൻഡ് ഫ്രീ അസിസ്റ്റ്, അതുപോലെ നമുക്ക് ക്ലസ്റ്റർ ഫംഗ്ഷൻസ് ആണ് വരുന്നത്. സ്കോഡയുടെ ലാഗോ ആണ്. നമുക്കതുപോലെ ഹോണിൻ്റെ സെറ്റപ്പും ഒക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മുടെ കണ്ണുകളിലേക്ക് വരുന്ന ഡിസ്പ്ലേ ആണ്. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് മുതൽ നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീൻ നമുക്ക് കിട്ടും. പക്ഷേ അതിന് വലിപ്പ വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ടോപ്പ് ആയിരിക്കും 10.24 ഇഞ്ചസ് ആണ് വരുന്നത്. താഴോട്ട് വരുന്ന സമയത്തേക്ക് 7 ഇഞ്ചസിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഏറ്റവും ബേസിലേക്ക് വരുമ്പോൾ വയർഡായിട്ടാണ് ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ ആപ്പിൾ കാർപ്ലേ വരുന്നത്. ഇതിലേക്ക് വരുമ്പോൾ വയർലെസ്ലി കണക്റ്റഡ് ആണ്. അത്യാവശ്യം കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഈ സ്കോഡയുടെ കണക്ടിവിറ്റി ഫീച്ചേഴ്സൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് വരാം. ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് വരുന്ന സമയത്തേക്ക് ഉണ്ടാവും റെഡ് കളറിൽ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മൊണ്ടെ കാർലോ എഡിഷൻ ആയതുകൊണ്ട് ഈ റേസിംഗ് എന്ന് പറഞ്ഞാൽ റെഡ് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ എല്ലാ സകലമാന വണ്ടികളിലും ഈ റെഡാണ് ഈ സ്പെഷ്യൽ എഡിഷനിലൊക്കെ വരുന്നത്. പക്ഷേ അതൊരു ബ്യൂട്ടിഫുൾ ആണ്. കുറച്ചും കൂടെ നമുക്കൊരു സ്പോട്ടി ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. രാത്രിയുള്ള ഡ്രൈവിങ്ങിലൊക്കെ നമുക്ക് ആ ഫീൽ കിട്ടും. ഇത് കൂടാതെ തന്നെ നമുക്ക് ആംബിയൻ ലൈറ്റ്സ് കൊണ്ട് അധികം ഒന്നുമില്ല, 2 കളറിലേ ഉള്ളൂ. അതൊരു സ്റ്റാൻഡേർഡ്നെസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ഒന്നെങ്കിൽ വൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ റെഡ്, അങ്ങനെ ഒരു കളറിലാണ് വരുന്നത്. ലൈക്ക് നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ റെഡ് എന്ന് പറയുന്നത് ഈ വാഹനത്തിന് ശരിക്കും പറഞ്ഞാൽ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സ്റ്റിയറിംഗിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 1.5 ലിറ്ററാണ് വരുന്നത് എഞ്ചിൻ. അതുപോലെ തന്നെ ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ ടോപ്പ് ആൻഡ് ട്രിംസിലാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഈ 2 വശത്തേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് ഓരോ കൺട്രോൾസ് ഉണ്ട്. പ്രത്യേകിച്ച് ലൈറ്റിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്, ഡിമ്മും ബ്രൈറ്റും, അതുപോലെ തന്നെ വൈപ്പറിൻ്റെ കൺട്രോളുകളും കാര്യങ്ങളൊക്കെ ഈ വശത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടിൽറ്റും ടെലസ്കോപ്പിക്കും ആയിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ആ ഒരു സ്റ്റിയറിങ്ങിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഇതൊരു ശരിക്കും ഡ്രൈവേഴ്സ് കാറാണെന്ന് തന്നെ നമുക്ക് പറയാൻ നമുക്ക് സാധിക്കും. അതുപോലെ നമുക്ക് എഞ്ചിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വരുന്നത് ഞാൻ ആദ്യം കുറേ പരിധി സാധാരണ ഇവിടെയൊക്കെയാണ് വരുന്നത്, പക്ഷേ ഈ ഒരു സൈഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് ആ ഒരു സ്റ്റിയറിങ്ങോടനുബന്ധിച്ച് തന്നെയാണ് സംവിധാനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എ സിയിലേക്ക് വരാം. എ സിയിലേക്ക് വരുന്ന സമയത്ത് ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ട് വരുന്ന എ സിയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് ബേസ് വേരിയൻറ്റ് മുതൽ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് സാധാരണക്കാരനും പറ്റുമെന്ന് പറയുന്നത്. എല്ലാ ഫീച്ചേഴ്സും വാഹനത്തിനകത്തുണ്ട്. അതുപോലെ നമുക്കിവിടെ എയർ പ്യൂരിഫയറും കാര്യങ്ങളൊക്കെ ഈ ഒരു വശത്തേക്ക് വരുന്നതായിട്ട് കാണാം. പിന്നെ ടോപ്പ് എൻഡ് വാഹനങ്ങളിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്കിവിടെ ഒരു വയർലെസ് ചാർജിങ് പോർട്ടുണ്ട്. സാധാരണ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് 2 സി പോർട്ടുകളും ഫാസ്റ്റ് ചാർജിങ് പോർട്ടുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗിയർ ലീവർ എന്ന് പറയുന്നത്. ഈ വാഹനത്തിന് 2 ട്രാൻസ്മിഷൻ ഓപ്ഷനാണ്. ഒന്ന് 8 സ്പീഡ് 80 ഉണ്ട്, അതുപോലെ തന്നെ 7 സ്പീഡ് DSG ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് ഒന്ന് 7 സ്പീഡ് DSG ആണ് മെയ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു ഗിയർ നോബും കാര്യങ്ങളൊക്കെ അത് ക്രോമൊക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടി, സാധാരണ ഫോണുള്ളവർക്ക് വേണ്ടി 12 വോൾട്ടിൻ്റെ ഒരു ചാർജർ നമുക്കവിടെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡാഷ് ക്യാമിൻ്റെ പവർ സപ്ലൈ ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കീ വെക്കാൻ വേണ്ടി മാത്രം ഒരു അറ ഈ വാഹനത്തിനുണ്ട്. ഇത് കൊച്ചു കീ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അതുപോലെ ഇലക്ട്രിക് പാക്ക് ബ്രേക്ക് അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും കൊടുത്തില്ല. അതിന് പകരം നോർമലി നമുക്ക് മാനുവലായിട്ടുള്ള ഒരു ഹാൻഡ് ബ്രേക്ക് വിത്ത് ഒരു ക്രോമിൻ്റെ കോട്ടിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്കൊരു ആംബ്രസ്റ്റ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ്സ് ഒക്കെ അടിപൊളിയാണ്. മൊണ്ടെ കാർലോ ആയതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് ഒരു സ്പേസ് ഏരിയ നമുക്ക് കൊടുത്ത് മനോഹരം ആക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഗ്ലൗ ബോക്സ് നോക്കാം. ഗ്ലൗ ബോക്സിലേക്ക് വരുന്ന സമയത്തേക്ക് നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂൾഡായിട്ട് വരുന്ന ഗ്ലൗ ബോക്സ് ആണ് വാഹനത്തിനകത്ത് വന്നത്. കാരണം ഇത് നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് വരും. കാരണം നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തണുപ്പിച്ച് കൊണ്ടാണുള്ള ഒരു സംവിധാനത്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഡാഷ്ബോർഡ് ഏരിയ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ്, സിമ്പിളാണ്. പക്ഷേ ഇവിടെയൊക്കെ നമുക്കുണ്ട് ഒരു കാർബൺ ഫൈബർ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചറിലൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്കോഡ എന്നുള്ള റൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ടോട്ടലി ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് ഏരിയ വളരെ നീറ്ററാണ്. ഇനി സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് വരുന്ന ORBM എന്ന് പറഞ്ഞാൽ എല്ലാ വാഹനങ്ങളിലും ബേസ് വേരിയൻറ്റ് മുതൽ നമുക്ക് ഓട്ടോ ORBM ആണ് വന്നിരിക്കുന്നത്. IRBM ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു ഫീച്ചറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതും നമുക്കൊരകത്ത് എല്ലാ ഒരു പ്രീമിയംസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ റൂഫിൻ്റെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുന്നത് ഭയങ്കര സ്റ്റാൻഡേർഡ് ഒരു ഫീൽ നമുക്ക് തരുന്നുണ്ട്. 2 വശത്തേക്കും നമുക്ക് സൺവൈസസ് നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ആൻറ്റി മിറേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. LED ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് പാൻഡമിക് ആയിട്ടുള്ള ഒരു സൺ റൂഫ് ടോപ്പ് എൻഡ് വേരിയൻ്റ് ഉണ്ട്. ബേസ് വേരിയൻ്റ് മുതൽ സൺ റൂഫ് ഉണ്ട്. അതായത് ആ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട.
ഈ സ്കോഡ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബേസ് വേരിയൻറ്റിലും നമുക്ക് കൊച്ചു പിള്ളേർക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആഗ്രഹത്തിന് വേണ്ടി ഒരു ചെറിയ സൺറൂഫ് ഉണ്ട്. മുകളിലേക്ക് വരുന്ന സമയത്ത് പാൻഡമിക് ആയിട്ടുള്ള സൺറൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്രയൊക്കെ പോരെ അതിലൊരു സ്കോഡ വാഹനം എടുക്കുക എന്ന് പറയുന്നത്. ഇനി വിലയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10.6 ഇപ്പം നിലവിൽ സ്കോഡയുടെ ഏറ്റവും ബേസ് വേരിയൻറ്റ് വരുന്നത് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ളൊരു വിലയായിരിക്കും വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത്. ഇനി മുതൽ സ്കോഡയുടെ ബേസ് വേരിയൻറ്റ് എടുക്കുന്നതിനും ശരിക്കും ലോട്ടറി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമുക്കതിന് സെക്കൻഡ് റോയിലേക്ക് പോകാം. അപ്പോൾ സെക്കൻഡ് റോ സീറ്റുകളിലേക്ക് വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സ്കോഡ എപ്പോഴും ഒരു ഡ്രൈവേഴ്സ് കാർ ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു വേരിയൻറ്റുകളിലേക്ക് അല്ലെങ്കിൽ ഈ പുതിയ സീരീസ് ഓഫ് വാഹനങ്ങളിലേക്ക് വന്നപ്പോൾ ശരിക്കും ഇതൊരു എന്താ പറയുന്നത് ഒരു ചോഫർ ഡ്രിവൻ കാറാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ഇതിന് സെക്കൻഡ് റോയിൽ ഇവർ മസാജിങ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് റോയിലിട്ട് കൊടുത്തിട്ടുമില്ല. അപ്പോൾ പുറകിലിരിക്കുന്നവർക്ക് രാജകീയമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും ഈ വശത്താണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മസാജിങ് ആയിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ പുറം നന്നായിട്ട് തിരുമ്മി തരും. അപ്പോൾ ദീർഘദൂര യാത്രകൾക്കൊക്കെ അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. നമ്മളത് ഓൺ ചെയ്യുന്ന സമയത്ത് പുറത്തോടെ എന്തൊക്കെയോ കല്ലൊക്കെ ഉരുണ്ട് പോകുന്നുള്ളൊരു ഫീലിലാണ് ഇരിക്കുന്നത്. പറഞ്ഞാൽ 8 വേ തരത്തിൽ 8 പ്രോഗ്രാംഡ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ക്ലസ്റ്ററിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ സീറ്റ്സ് ഒക്കെ ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ പെർഫറേറ്റഡ് ആയിട്ടാണ്, ലെതറേറ്റ് ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം വീതിയുള്ള സീറ്റുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിച്ചിങ്സ് ഒക്കെ റെഡിൽ തന്നെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ സീറ്റ്സ് പൊതുവേ കംഫർട്ടബിളാണ്. പ്രത്യേകിച്ച് ഈ മസാജിങ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുമല്ലോ. ഇനി 3 ഹെഡ് റെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 3 അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. മൊണ്ടേക്കല്ലോ എന്നുള്ളൊരു ബാഡ്ജിങ് ഈ ഒരു വശത്തായിട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ അടിപൊളിയാണ്. പിന്നെ നമുക്കിവിടെ ഒരു കൈവയ്ക്കാനുള്ള ഒരു ആംബ്രസ്റ്റും കാര്യങ്ങളും 2 കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് കുറച്ചും കൂടി ഒരു ലൈറ്റ് കൂടുതലായിട്ട് കിട്ടും. കാരണം നമുക്ക് പാൻഡമിക് ആയിട്ടുള്ള ഒരു സൺറൂഫ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ലതാണ്. പിന്നെ അകത്തൊരു ബ്ലാക്ക് തീം വരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രീമിയൻസ് അത് ഒരു വേറെ ലെവലിൽ തന്നെയാണ് വാഹനം അത് ക്രമീകരിച്ചിരിക്കുന്നത്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് AC വെൻറ്റുകളുണ്ട്, പവർ ചാർജിങ് പോർട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതുപോലെ നമുക്ക് നിയർലി ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ഒരു എന്താ പറയുന്നത് ഒരു സെൻട്രൽ ടണൽ ഏരിയ ഒക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹെഡ് റൂം ആണെങ്കിലും കുഴപ്പമില്ല. മൊത്തത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാഹനമാണ് സ്കോഡയുടെ ഈ ഒരു കുഷാക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം. ജയ്പൂരാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വഴികളൊന്നും അറിയത്തില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ ഒടുക്കത്തെ ട്രാഫിക്കാണ്. നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ട്രാഫിക്കൊന്നും അല്ലല്ലോ, ഒരു മൂവിങ് ട്രാഫിക്കാണല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, മൊത്തത്തിലൊരു അലുകുലത്തെ ട്രാഫിക്കാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഓപ്പൺ റോഡ് കിട്ടി. ഇതിലൊരു പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ സ്കോഡ കുഷാക്ക് ഓൾറെഡി പെർഫോമൻസ് കാര്യത്തിലൊക്കെ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നൊരു വാഹനമാണ്. നമുക്കിതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് നോക്കാം. നമുക്ക് സ്കോഡ നമുക്ക് കുഷാക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 2 എഞ്ചിൻ ഓപ്ഷൻസാണ്. പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഒരു 1 ലിറ്ററിൻ്റെ ഒരു എഞ്ചിനും ഉണ്ട്, അതുപോലെ 1.5 ലിറ്ററിൻ്റെ എഞ്ചിനുണ്ട്. രണ്ടും ടർബോ പവേർഡ് ആയിട്ട് വരുന്ന എഞ്ചിനാണ്. 1 ലിറ്ററിലേക്ക് വരുന്ന സമയത്തേക്ക് 114 ഹോഴ്സ് പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് 178 Nm ടോർക്കും ഈ വാഹനം ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇനി 1.5ലേക്ക് വരുവാണെങ്കിൽ കുറച്ചുകൂടെ മാസീവായിട്ടുള്ള ഫിഗേഴ്സാണ് വരുന്നത്. ഏകദേശം 148 ഹോഴ്സ് പവറാണ് വരുന്നത്. അതുപോലെ 250 Nm ടോർക്കും വാഹനം ഡെലിവർ ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാഹനങ്ങളൊക്കെ നിയർലി 200 വരെയൊക്കെ നമുക്ക് ഈസിലി ഓടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെബിലിറ്റി പെർഫെക്ഷനൊക്കെ ഉള്ളൊരു വാഹനം തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ട്രാൻസ്മിഷനെ കുറിച്ച് സംസാരിക്കാം. സ്കോഡ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രത്യേകത വേറെ ഒരു ബ്രാൻഡുകൾക്കും ഇല്ലാത്ത, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്ന് പറയാനായിട്ട് പുതിയൊരു ട്രാൻസ്മിഷൻ കൊണ്ടുവന്നിരിക്കുക. അതും 8 സ്പീഡായിട്ട് വരുന്ന ടോർക്ക് കൺവേർട്ടർ ആയിട്ടുള്ള ട്രാൻസ്മിഷനാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. വേറെ ഏതെങ്കിലും വണ്ടിയിലുണ്ടോ? എൻ്റെ ഒരു ഓർമ്മയിലെങ്ങും വരുന്നില്ല. അപ്പോൾ ആ ഒരു ട്രാൻസ്മിഷൻ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു 7 സ്പീഡ് DSG ട്രാൻസ്മിഷൻ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. അപ്പം ഈ 2 ട്രാൻസ്മിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ട്രാൻസ്മിഷൻസ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു എഞ്ചിൻ്റെ പവറിനനുസരിച്ച് മെയ്റ്റ് ചെയ്ത് അടിപൊളി ഓടിക്കാൻ പറ്റുന്ന ട്രാൻസ്മിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. മൈലേജിൻ്റെ ഫിഗേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ ടെക്നോളജിയിലാണ് സ്കോഡ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം 1.5 എന്ന് പെട്രോളിനൊക്കെ പറയുമ്പോൾ വലിയ എഞ്ചിനാണ്. അപ്പം ഒരുപാട് മൈലേജ് ഒന്നും കിട്ടാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവും. ഇത് നോർമലി ഇവരുടെ ബ്രാൻഡ് പറയുന്നത് 18 തൊട്ട് 19 കിലോമീറ്റർ വരെയാണ് പെർ ലിറ്ററിൻ്റെ മൈലേജ് പറയുന്നത്. പക്ഷേ ഇതെങ്ങനെ അച്ചീവ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്റ്റീവ് സിലിണ്ടർ ടെക്നോളജി എന്ന് പറഞ്ഞ ടെക്നോളജി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 4 സിലിണ്ടേഴ്സ് ആകുന്ന സമയത്തേക്ക് ഇപ്പം നമുക്ക് 4 സിലിണ്ടർ ഫുൾ എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നതെന്ന് പറഞ്ഞാൽ കയറ്റങ്ങളോ അല്ലെങ്കിൽ ഹൈ സ്പീഡിലൊക്കെ പോകുമ്പോഴല്ല സ്പോട്ടി ആയിട്ടൊക്കെ നമ്മൾ ഓടിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഫുൾ പവറിൽ ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറഞ്ഞ സിലിണ്ടറുകളുടെ പവറുകൾ തന്നെ മതിയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആക്റ്റീവ് സിലിണ്ടർ ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പം ലോ RPM നമ്മൾ ഓടിക്കുക. അപ്പോൾ സിറ്റി ട്രാഫിക്കിൽ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ 4 സിലിണ്ടേഴ്സും അത് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 സിലിണ്ടർ മാത്രം ആക്റ്റീവ്ലി വർക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. RPM കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കാല് കൊടുത്ത് ഓടിക്കുമ്പോഴായിരിക്കും 4 സിലിണ്ടറുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 2 സിലിണ്ടറിലേക്കുള്ള ഫ്യൂൽ എന്ന് പറയുമ്പോൾ കുറച്ച് മതിയാവുമല്ലോ. അങ്ങനെയാണ് ഇവർ ആ ഒരു മൈലേജ് ഫിഗേഴ്സിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അടിപൊളി ടെക്നോളജി അല്ലേ.
അപ്പം അതൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് എഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ നമുക്ക് 2 ടൈപ്പ് ഓഫ് എഞ്ചിൻസാണ് പൊതുവേ ഉള്ളത്. അപ്പം ഈ 1.5-ൻ്റെ ഈ ഒരു വാഹനം നമ്മൾ ഓടിക്കുന്ന സമയത്ത് നല്ലൊരു ഓപ്പൺ റോഡ് കിട്ടുമായിരുന്നെങ്കിൽ നമുക്കൊരു 150 ഒക്കെ പിടയ്ക്കായിരുന്നു. നമ്മുടെ നാട്ടിലൊന്നും അതിനുള്ള ഒരു പ്രൊവിഷൻ ഇല്ലല്ലോ. പക്ഷേ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഹൈവേസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു, പക്ഷേ അത് സാധിക്കുന്നില്ല. നമുക്കിനി ഒരു വാഹനത്തിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഇനി അടുത്തായിട്ട് സംസാരിക്കാനായിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കോഡ നാളുകളായിട്ട് ഇറക്കുന്ന എല്ലാ വാഹനങ്ങളിലും 5 സ്റ്റാർ സേഫ്റ്റി തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിന് 5 സ്റ്റാർ സേഫ്റ്റിയാണ്. അത് അഡൽറ്റിനും ചൈൽഡിനും 5 സ്റ്റാർ സേഫ്റ്റി തന്നെയാണ് വാഹനത്തിനകത്ത് കിട്ടിയിരിക്കുന്നത്. ഗ്ലോബൽ എൻക്യാപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ യാതൊരു കാര്യം കൊണ്ട് വ്യാകുലപ്പെടേണ്ട. ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ 6 എയർ ബാഗുകൾ ഈ വാഹനത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡാണ്. ഇപ്പോൾ എല്ലാ വേരിയൻസിനകത്തും 6 എയർ ബാഗുകൾ വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, സ്റ്റെബിലിറ്റി പ്രോഗ്രാം, 4 വീലുകളും ഡിസ്ക് ബ്രേക്കുകൾ. ഈ 1.5-ലെ 4 വീലുകളും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ബാക്കിൽ ഐസോഫിക്സ്, ചൈൽഡ് സീറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് ഫ്രണ്ട് സെൻസേഴ്സൊക്കെ വരുന്നതുകൊണ്ട് നമുക്കത് ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്തേക്ക് അലേർട്ട് ചെയ്യും. ഒരാൾ ഫ്രണ്ടിൽ വന്നാലോ ബാക്കിലൊക്കെ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാലൊക്കെ അത് അലേർട്ട് ചെയ്യുന്ന രീതി നമുക്ക് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സേഫ്റ്റിയെക്കുറിച്ച് നമ്മളൊന്നും വ്യാകുലപ്പെടേണ്ടെന്നാണ് സ്കോഡ പറയുന്നത്. അല്ലെങ്കിൽ സ്കോഡയുടെ വാഹനങ്ങളെല്ലാം സൂപ്പർ സേഫാണ്. പ്രത്യേകിച്ച് ബോഡിയൊക്കെ ആണെങ്കിലും സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡിയാണ് നമ്മുടെ ഈ സ്കോഡ വാഹനങ്ങൾക്ക് പൊതുവെ കണ്ടുവരുന്നത്. ഇനി നമുക്കിതിൻ്റെ വിലയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വില ഒരു പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്ത 2 ദിവസത്തിനുള്ളിൽ മാർച്ച് 20-ാം തീയതിയാണ് ഇതിൻ്റെ വില പ്രഖ്യാപിക്കുന്നത്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നു, ഇതൊരു ഫേസ് ലിഫ്റ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന വാഹനം എന്ന് പറഞ്ഞാൽ 10.66 മുതൽ 18 ലക്ഷം രൂപ വരെയായിരുന്നു. അപ്പോൾ അതിൻ്റെ നിയർലി ആ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബേസ് വേരിയൻറ്റുകളിൽ തന്നെ ഫീച്ചേഴ്സ് എല്ലാം ലോഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ബേസ് വേരിയൻറ്റ് എടുക്കുന്നവനും എല്ലാ ഫീച്ചേഴ്സും കിട്ടുമെന്നുള്ളതാണ് ഏറെ പ്രത്യേകത. സ്കോഡയുടെ സർവീസിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു അഫെയർ ആയിട്ടാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഒരു കാലത്ത് അങ്ങനെയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ തുടക്ക കാലങ്ങളിലൊക്കെ അങ്ങനെയാണ്. പക്ഷേ സ്കോഡ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലായിട്ട് ഒരു ജസ്റ്റ് ഒരു പ്രീമിയം കാർ സർവീസ് ചെയ്യുന്ന ഒരു പൈസ ഉള്ളത് വെച്ചാൽ ഒരുപാടില്ല, നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. സാധാരണക്കാരനും ബേസ് വേരിയൻ്റൊക്കെ എടുക്കുന്ന സാധാരണക്കാരന് ഇതൊക്കെ മാനേജ് ചെയ്യാണ്ട് പറ്റും. അപ്പോൾ വാറണ്ടി ഫിഗേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 4 വർഷമാണ് വരുന്നത്. അപ് ടു 8 ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാണ്ട് പറ്റും. പിന്നെ കൊറോഷൻ, അതായത് തുരുമ്പെടുക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ തുരുമ്പെടുക്കുന്നതിന് പ്രൊട്ടക്ഷനുള്ള വാറണ്ടി 6 വർഷം വരെ കിട്ടും. പെയിൻറ്റിന് 3 വർഷം വരെ പ്രൊട്ടക്ഷൻ കിട്ടും. RSAയുടെ പരിപാടികളുണ്ട്. 4 സർവീസുകൾ ഫ്രീ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴും തന്നെ നമുക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ്, അതായത് കുറച്ചുകൂടെ ജനകീയമായിട്ട് വാഹനം മാറ്റുന്ന കാര്യങ്ങളിലേക്കാണ് സ്കോഡ വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ 7th ടോപ്പ് ബ്രാൻഡായിട്ടാണ് സ്കോഡ നിൽക്കുന്നത്. സ്കോഡയ്ക്ക് ഇന്ത്യയിലെ നല്ലൊരു സെയിൽസ് ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ആദ്യം വരുമ്പം മുതലേ അതിൻ്റെ ഒരു പ്രൈസ് ബ്രാക്കറ്റും കൊണ്ടൊക്കെ ആയിരിക്കും ഒരു പ്രീമിയം ലൈക്ക് എലൈറ്റ് സെഗ്മെൻറ്റിൻ്റെ മാത്രം വാഹനമായിട്ടായിരുന്നു ഒരു കാലത്ത് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് സാധാരണക്കാർക്കും പറ്റുന്ന തരത്തിലുള്ള വാഹനങ്ങളാണ് സ്കോഡ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ബേസ് വേരിയൻറ്റ് നമുക്ക് ഏകദേശം നിയർലി ഒരു 12.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് അല്ലെങ്കിൽ ഒരു 13 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അന്ന് ലൈക്ക് അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം എല്ലാ വീടുകളിലും അല്ലെങ്കിൽ സാധാരണക്കാരും സ്കോഡ വാങ്ങിക്കട്ടെ എന്നുള്ളതാണ് അവരുടെ ഒരു മുദ്രാവാക്യം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു കാലത്ത് സ്കോഡ എന്ന് പറയുന്നത് പൈസക്കാരുടെ അല്ലെങ്കിൽ കാശുള്ളവരുടെ മാത്രം ഒരു ബ്രാൻഡ് ആയിരുന്നെങ്കിൽ ഇന്ന് സാധാരണക്കാരനും വാങ്ങിക്കാൻ പറ്റും. കാരണം ബേസ് വേരിയൻറ്റ് മുതൽ തന്നെ എല്ലാ ഓപ്ഷൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്പൺ റോഡ് കിട്ടാത്തത് കൊണ്ട് നല്ല പെർഫോമൻസിലൊന്നും ഓടിക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു സങ്കടത്തിൽ മാത്രമാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വേണം ഒന്ന് എഴുതുക. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്കോഡ വാഹനം സ്വപ്നമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി മുതൽ നമുക്ക് സ്കോഡ വാഹനങ്ങൾ കുറച്ചുകൂടെ എക്കണോമിക് ആയിട്ട് ഫീച്ചർ റിച്ച് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാൽ. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോമേഷ്.